മദ്യനയം ചർച്ച ചെയ്യാൻ ബാർ ഉടമകളുടെ യോഗം വിളിച്ചെന്ന പ്രചാരണം നിഷേധിച്ച് ടൂറിസം ഡയറക്ടർ. ടൂറിസം മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന ഓൺലൈൻ യോഗത്തിൽ ബാർ ഉടമകളടക്കം ടൂറിസം രംഗത്ത് പലരും പങ്കെടുത്തിരുന്നതായും ടൂറിസം വകുപ്പ് അറിയിച്ചു. നടന്നത് മന്ത്രിതല ചർച്ചയല്ലെന്നും ടൂറിസം ഡയറക്ടർ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മെയ് മാസം 21-ന് ടൂറിസം ഡയറക്ടർ ഒരു ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തിരുന്നു. മദ്യനയം ചർച്ച ചെയ്യാനായിരുന്നു യോഗമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ അത് നിഷേധിക്കുകയാണ് ടൂറിസം വകുപ്പ്. ഇൻഡസ്ട്രി കണക്റ്റിന്റെ ഭാഗമായി ടൂറിസം ഡയറക്ടർ നടത്തിയ മീറ്റിംഗിൽ ബാർ ഉടമകൾ മാത്രമായിരുന്നില്ല പങ്കെടുത്തത്. ടൂറിസം രംഗത്ത് നിരവധി പേർ യോഗത്തിലുണ്ടായിരുന്നു. പ്രസ്തുത യോഗം മന്ത്രിയുടെ അറിവോടെയായിരുന്നില്ലെന്നും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പരക്കുന്നതെന്നും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കി. അതേസമയം കോഴ വിവാദത്തിൽ ബാറുടമ നേതാവ് അനിമോന്റെ മലക്കം മറിച്ചിൽ അന്വേഷണം അട്ടിമറിക്കാനെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. വിഷയത്തിൽ നാളെ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും. വിവാദത്തിനു പിന്നിൽ ഗൂഢാലോചനയെന്ന സർക്കാർ വാദം മുൻനിർത്തി തന്നെയാകും ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുക. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നതടക്കം പരിശോധിക്കും. അതിനിടെ വിഷയത്തിൽ അന്വേഷണം നടത്താൻ എക്സൈസ് ഇന്റലിജൻസിന് സർക്കാർ അന്വേഷണമായിരിക്കും നടക്കുക. ജൂൺ 10-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മുന്നിൽ വെച്ചാകും സഭയ്ക്കകത്തുൾപ്പെടെ പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം പ്രതിരോധിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.